നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂരിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. AICC തീരുമാനം KPCC ഇരു നേതാക്കളെയും അറിയിച്ചു. തൃശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. ജില്ലാ ഉപജില്ലാതല വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദനവും നടന്നു. വാർത്തകൾ വിശദമായി. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ തൃശൂരിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. AICC തീരുമാനം KPCC ഇരു നേതാക്കളെയും അറിയിച്ചു. K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ചാലക്കുടി മണ്ഡലത്തിൽ തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ പിന്നോട്ടു പോയതും DCC ഓഫീസിൽ സംഘർഷമുണ്ടായതുമെല്ലാം പരിഗണിച്ചാണ് ഇരു നേതാക്കളോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ AICC നിർദ്ദേശപ്രകാരം KPCC 4-അംഗ സമിതിയെ രൂപീകരിക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. പാലക്കാട് MP VK ശ്രീകണ്ഠന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല നൽകാനാണ് തീരുമാനം. അതിനിടെ DCC ഓഫീസിലെ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്കെതിരെയും നടപടിയുണ്ടാകും. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി സജീവൻ കുരിച്ചിറ. DCCയുടെ വാർത്താക്കുറിപ്പിന് പിന്നാലെയാണ് സജീവന്റെ ആരോപണങ്ങൾ. ഗോപാലകൃഷ്ണന്റെ പൂർവ്വചരിത്രം എല്ലാവർക്കും അറിയാമെന്നും മഹിളാ കോൺഗ്രസ് നേതാവിന്റെ മകനെ പീഡിപ്പിച്ച പോക്സോ പ്രതിയാണ് ഗോപാലകൃഷ്ണൻ എന്ന് സജീവൻ ആരോപിച്ചു. ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ താങ്കളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിരുന്നതാണ്. ഞാനും നമ്മുടെ സഹപ്രവർത്തനായ കല്ലൂര് ബാബുവും 4 മണി തൊട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു. താങ്കളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം, താങ്കളുടെ പൂർവ്വചരിത്രം എന്തായാലും എനിക്കില്ല. സ്വന്തം പാർട്ടിയിൽപ്പെട്ട നമ്മുടെ KKNDCയുടെ മുതിർന്ന നേതാവ്, താങ്കളുടെ അടുത്ത് താമസിക്കുന്ന, താങ്കളുടെ പഞ്ചായത്തിൽ താമസിക്കുന്ന ആ അവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, അവരുടെ മകനെ താങ്കൾ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും താങ്കളുടെ പേരിൽ അവർ പോക്സോ കേസ് കൊടുത്ത് അതിലെ പ്രതിയാണ് ഇപ്പൊ താങ്കൾ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മറ്റു ഭാരവാഹികളും ഞാനും ഇതുവരെ അത് പുറത്തു പറഞ്ഞിട്ടില്ല. DCC ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് താനും മറ്റു ഭാരവാഹികളും ഇക്കാര്യം ഇതുവരെ പുറത്തു പറയാതിരുന്നതെന്നും സജീവൻ പറഞ്ഞു. ജോസ് വള്ളൂരിന്റെ പ്രവർത്തനങ്ങൾ തുറന്നു പറഞ്ഞാൽ പാർട്ടിക്ക് മാനക്കേടാവുമെന്നും സജീവൻ പറഞ്ഞു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാത്രി 8-ന് ശേഷം പുലരുവോളം DCC അധ്യക്ഷന് എന്താണ് പണി? ഇക്കാര്യം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരോട് വിശദീകരിക്കാൻ ജോസ് തയ്യാറാകണമെന്നും സജീവൻ ആവശ്യപ്പെട്ടു. തൃശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. ശക്തൻ നഗറിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTCയുടെ ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ജില്ലയിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെയും 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും അനുമോദിക്കുന്ന പ്രതിഭാ സംഗമം ജില്ലാതല ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. ജില്ലാതല ഉദ്ഘാടനത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയിൽ മുഴുവൻ A+ നേടിയ 1495 വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ 32 സ്കൂളുകളെയും ആദരിച്ചു. 12 ഉപജില്ലകളിലായി 10358 വിദ്യാർത്ഥികളെയാണ് അനുമോദിക്കുക. ജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 6354, ഹയർ സെക്കൻഡറി 3936, VHSC 38 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ A+ ലഭിച്ചിട്ടുണ്ട്.
ഹൈസ്കൂൾ വിഭാഗത്തിൽ 222 സ്കൂളുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 13 സ്കൂളുകളും VHSE വിഭാഗത്തിൽ 1 സ്കൂളുമാണ് 100% വിജയം നേടിയത്. വിശാലമായ ലോകത്ത് പഠിക്കാൻ കഴിയും വിധം ടെക്സ്റ്റുകളെ കൂടുതൽ വിപുലീകരിച്ചുള്ള പഠനത്തിലേക്ക് വിദ്യാർത്ഥികൾ മാറണമെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. മാള ഉപജില്ലാതല വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദനവും നടന്നു. മാള കാർമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരവ് ചടങ്ങ് VR സുനിൽ കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ്. ഇതൊരു പ്രചോദനമായിട്ടാണ് കുട്ടികൾ കാണേണ്ടതായിട്ടുള്ളത്. അറിവൊന്നും നമ്മുടെ പൂർണ്ണമായി എന്നൊന്നും ആരും ധരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും വിദ്യാർത്ഥികളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ദൈനംദിനമായിട്ടുള്ള മാറ്റങ്ങൾ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളോ അവിടെയാണ്. വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലൂടെ നമ്മൾ അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നവർ, നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ വിദ്യാർത്ഥികളാണ് എന്നുള്ളത്. ഇന്ന് പഠിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പുതിയ അനുഭവങ്ങളിലേക്ക്, പാഠങ്ങളിലേക്ക്, അറിവുകളിലേക്ക് എല്ലാം തന്നെ പോകേണ്ടതായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ ഇരിക്കുന്നത്. ആദ്യം നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ കഴിവുകളെ കുറിച്ച് മാത്രമല്ല, എൻ്റെ കഴിവുകേട് എന്ത്, എൻ്റെ അറിവില്ലായ്മ എന്ത് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമ്മുടെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ PK ഡേവിസ്, പ്രൊഫസർ കാവുമ്പായി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ ശോഭന ഗോകുൽനാഥ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മാള AEO മഞ്ജു NK എന്നിവർ സംസാരിച്ചു. മാള ഉപജില്ലയിൽ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾ, SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾ, നാടൻപാട്ട് കലാകാരൻ അനൂപ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം നടത്തി. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വിതരണം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടാപ്പള്ളി, VR രഞ്ജിത്ത്, ജസ്റ്റിൻ ഡൊമിനിക്, ബാബു കൊട്ടേക്കാട്ടുകാരൻ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രനീല ഗിരീശൻ, ബിജി ഡേവിസ്, ഷീബ ജോഷി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. AICC തീരുമാനം KPCC ഇരു നേതാക്കളെയും അറിയിച്ചു. തൃശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. ജില്ലാ ഉപജില്ലാതല വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദനവും നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.